Praise the Lord, my beloved friends. Such a joy to see you all again. Welcome each and all to this Bible meditation. I greet and bless each one of you in the name of our Lord Savior Jesus Christ. So God has given us a blessed word that is from Psalm 25 verse 4 to 5. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ബൈബിൾ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു വാഗ്ദത്തമാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. അത് സങ്കീർത്തനം 25:4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. Psalm 25:4-5 says, "Make me to know your ways, O Lord. Teach me your paths. Lead me in your truth and teach me, for you are the God of my salvation. For you I wait all day long." യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാവുന്നുവല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. So the title for today's Bible meditation is Seeking God in the Hard Times. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബൈബിൾ മെഡിറ്റേഷൻ്റെ ടൈറ്റിൽ എന്നാന്ന് വെച്ചാൽ സീക്കിംഗ് ഗോഡ് ഇൻ ദ ഹാർഡ് ടൈംസ്. പ്രയാസകരമായ സമയങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്നു. സോ സങ്കീർത്തനം Psalm 25 actually talks about the God's mercy, his own misery, distress, affliction and pain, the iniquity of his enemies and deliverance from them. He pleads his own integrity. Here David talks about the deliverance from the enemy attack and also about God's mercy and misery. അപ്പോൾ സങ്കീർത്തനം 25 ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് ദാവീദ് സംസാരിക്കുന്നത്. അവൻ്റെ സ്വന്തം ദുരിതം, അവൻ്റെ കഷ്ടത സമയത്ത്, അവൻ്റെ വേദനകളുടെ സമയത്ത്, ശത്രുക്കളുടെ അറ്റാക്കുകളുടെ സമയത്തൊക്കെയും അവൻ എങ്ങനെയാണ് കർത്താവിൽ ആശ്രയിച്ച് മോചനം പ്രാപിച്ചതിനെക്കുറിച്ചാണ് സങ്കീർത്തനം 25 ദാവീദ് എഴുതിയിരിക്കുന്നത്. A plea to the God who helps. David is telling, show me your ways, teach me your paths, lead me in your truth. സഹായിക്കുന്ന ദൈവത്തോട് ഒരപേക്ഷ. ഹല്ലേലൂയ. നിൻ്റെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ, നിൻ്റെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തണമേ എന്ന് ദാവീദ് പറയുന്നു. For you are the God of my salvation, on you I wait all the days. Because David had received salvation from God, it made him want to wait upon the Lord all the more. It was an appropriate demonstration of commitment and gratitude to the God who had done so much for him. നീ എൻ്റെ രക്ഷയുടെ ദൈവമാവുന്നു. ദാവീദ് പറയാണ്, കർത്താവേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാവുന്നു, ഞാൻ ദിവസം മുഴുവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദാവീദിന് ദൈവത്തിൽ നിന്ന് രക്ഷ ലഭിച്ചതിന് അത് കാരണം യഹോവയിൽ കൂടുതൽ കാത്തിരിക്കാൻ അവനെ അത് പ്രേരിപ്പിച്ചു. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകൾ കഴിഞ്ഞ നാളിൽ അവൻ ഓർക്കുന്നു. അതോർത്ത് അവൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. തനിക്ക് വേണ്ടി വളരെയധികം ചെയ്ത ദൈവത്തോടുള്ള ആ നന്ദിയാണ് നമ്മൾ ആ വാക്കുകളിൽ കാണുന്നത്. Psalm 25 teaches us to seek God in the hard times, no matter for what reason we are in those hard times. അപ്പം സങ്കീർത്തനം 25 നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള സമയങ്ങൾ, അതായത് പ്രയാസകരമായ സമയങ്ങളിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കാനാണ് ദാവീദ് നമ്മളോട് പറയുന്നത്. ആ പ്രയാസകരമായ സമയങ്ങളിൽ നാം എന്ത് കാരണത്താലായിരുന്നാലും നമ്മൾ ദൈവത്തിലേക്ക് തിരിയുക, നോട്ട് ടു അവർ പ്രോബ്ലംസ്, അല്ലേ? അതാണ് ദാവീദ് ഇന്ന് നമ്മളോട് പറയുന്നത്. In James 1 verse 5-6 apostle says, "But if anyone is deficient in wisdom, he should ask God, who gives to all generously and without repriment, and it will be given to him. But he must ask in faith without doubting. For the one who doubts is like a wave of the sea, blown and tossed around by the wind." നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും എന്നാണ് യാക്കോബിൻ്റെ ലേഖനം 1:5-6 വരെ പറയുന്നത്.
No matter how difficult your trials or what they cause, seek the Lord for His wisdom and trust Him to work for His glory and your good. Mainly in our troubled times, we will be totally confused. We all will be like that. I am sure about it. We will be totally confused to how to move forward. So what David did is, he prayed to God. He waited for the Lord to guide him, lead him. Hallelujah. To give him wisdom to move forward. നമ്മളൊക്കെ പരീക്ഷണങ്ങളെ കടന്നു പോയിട്ടുള്ളവരാണ്, കടന്നു പോകുന്നവരാണ്. അങ്ങനെ ഇല്ലാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ടൈംസിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. നമുക്ക് എന്താകും, എന്നാകും, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സമയമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദാവീദ് ചെയ്തത് എന്താണ്? ദൈവത്തെ കാത്തിരുന്നു, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. മുന്നോട്ട് പോകാനുള്ള ജ്ഞാനവും അവനെ ഗൈഡ് ചെയ്യാനും ലീഡ് ചെയ്യാനും വേണ്ടി കർത്താവിന് വേണ്ടി അവൻ കാത്തിരുന്നു. അങ്ങനെ കാത്തിരിക്കാൻ അവനെ പ്രേരിപ്പിച്ചതെന്നാണ് അവൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസ് ആണ്. കഴിഞ്ഞ നാൾ വിടുവിച്ച ദൈവം അവനെ ഇന്നും വിടുവിക്കാൻ മതിയായവനാണെന്ന് ദൈവത്തിന് മനസ്സിലായി. സോ ഹി ഹാസ് treacherous enemies that are seeking to exalt in his demise. These foes are many in number and they hate David with violence. They have gained the advantage over David because he describes his feet as already caught in their net. David feels lonely and afflicted and his troubles are growing worse, not better. And David's repeated request for God to teach him to imply that he is confused in the midst of this mess. ദാവീദിന്റെ സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവൻ്റെ എന്താണ് ആ കഷ്ട സമയത്തിൽ ശത്രുക്കൾ അവന് ചുറ്റും അവന് എതിരെ നിൽക്കുവാണ്. ഈ ശത്രുക്കളുടെ എണ്ണത്തിൽ ഓരോ ദിവസവും കൂടുന്തോറും കൂടിക്കൂടി വരുവാണ്. ദാവീദിനെ എങ്ങനെയെങ്കിലും ആക്രമിക്കാൻ അവർ നോക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം അവൻ തൻ്റെ കാലുകൾ അവരുടെ വലയിൽ കുടുങ്ങിയതായി വിവരിക്കുന്നുണ്ട്. നമ്മൾ ആ വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ കാണാം. ദാവീദിന് വല്ലാത്തൊരു ലോൺലിനെസ്, ഏകാന്തതയും വേദനയും അനുഭവപ്പെടുന്നു. അവൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയാണ്. കൂടാതെ തന്നെ പഠിപ്പിക്കാൻ ദൈവത്തോടുള്ള ദാവീദിൻ്റെ ആവർത്തിച്ചിട്ടുള്ള അഭ്യർത്ഥനകൾ നമുക്കിവിടെ കാണാം. ആകെ മൊത്തം ദാവീദിനെ നോക്കിയാൽ ഭയങ്കര കൺഫ്യൂസ്ഡാണ്, ആശാകുലനായി ഇരിക്കുന്ന ഒരു സമയമാണ് നമുക്കിത് കാണാം. തുടർമാനമുള്ള സങ്കീർത്തനം 25 നമ്മൾ വായിച്ചാൽ അത് കാണാം. ഇൻ ദീസ് ട്രയൽസ് ഡേവിഡ് ഡിറക്റ്റഡ് ഓൾ ഹിസ് ഡിസയേഴ്സ് ആൻഡ് പ്രേയേഴ്സ് ടു ഗോഡ് അലോൺ. അതാണ് നമ്മളും ചെയ്യേണ്ടത്. എന്താണ് ചെയ്തത്? ഈ പരീക്ഷണ സമയങ്ങളിൽ ഡേവിഡ് തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിലേക്ക് മാത്രം നയിച്ചു. സോ ദാറ്റ് ഈസ് വാട്ട് വി ഓൾസോ ഹാവ് ടു ഡു. When we go through trials and pain and sufferings, we have to look to God in prayer. It's easy to advise someone to pray and wait on God. But when you go through the situations, you know, when you see the practical side, sometimes it will be difficult. But you have to force yourself to prayers and to meditate Word of God. Because when we meditate the Word of God and pray to God, God will direct you to how to move forward. God will talk to you. God will fill you with His presence and He will take away all your confusions from your heart. നമ്മൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കർത്താവിൻ്റെ വചനം എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ ഫോഴ്സ്ഫുള്ളി പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ മുട്ടുമടക്കണം. ആ സമയത്ത് നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ബിക്കോസ് ആ സമയത്ത് വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ എടുത്തു മാറ്റും. നമ്മൾ ആ സങ്കീർത്തനത്തെ when you see that Psalms, when you read 25 verse 1, 2 and 3, you can see, to you, O Lord, David says, to you, O Lord, I lift my soul. O my God, in you I trust. In you, Lord, my God, I put my trust. I trust in you. Do not let me be put to shame, nor let my enemies trump over me. No one who hopes in you will ever be put to shame, but shame will come on those who are treacherous without cause. See that verses. Hallelujah. Oh, the God who has called you to His kingdom will never put you to shame. Hallelujah. So that is what David says here. David is praying to God. കണ്ടോ, ദൈവത്തോട് നോക്കി ദാവീദ് പറയുന്നത്,
യഹോവേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാവുന്നുവല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. കണ്ടോ, ദാവീദ് ആ സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ കർത്താവ് ഒരിക്കലും ലജ്ജിപ്പിക്കില്ല, നിന്നയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഹല്ലേലൂയ. നമ്മൾ തന്നെ ജയിക്കും. ബിക്കോസ് ഗോഡ് ഈസ് ദാറ്റ് ടു ഫൈറ്റ് ഫോർ അസ്. യെസ്, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. ബിക്കോസ് hallelujah, we are the children of God. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. So take courage. Hallelujah. Today you are not alone. The God is with us. The God Almighty is there to hallelujah, to lift you up. Hallelujah, to guide you, to lead you. Hallelujah. So don't be confused, don't be discouraged. അതുകൊണ്ട് നമ്മൾ ഡിസ്കറേജ് ആവരുത്, നിരാശപ്പെടരുത്. നമ്മുടെ ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മളെ വഴിനെടുത്തും നമ്മളെ ലീഡ് ചെയ്യും, നമ്മളെ ഗൈഡ് ചെയ്യും. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കും. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഹല്ലേലൂയ വചനം തന്ന് നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇഫ് ഡേവിഡ്, who is such a wise man, cries out for God's wisdom in his trials, how much more do we need to do the same? You know, David was such a wise man. He was very close to God's heart. Hallelujah. If David has cried out like this in his trials, how much more we should do? We should pray to God. We should cry out to God. ഇത്രയും ജ്ഞാനിയായ ദാവീദ് തൻ്റെ പരീക്ഷണങ്ങളിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിനായി നിലവിളിക്കുന്നുവെങ്കിൽ നാം എത്രമാത്രം ദൈവത്തോട് നിലവിളിക്കേണ്ടതാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ. സോ how do we seek the Lord in our hard times? Exodus 34, 5, 6, 7 says, the Lord descended in the cloud and stood with him there and proclaimed the Lord by name. The Lord passed by before him and proclaimed, the Lord, the compassionate and gracious God, slow to anger and abounding in loyal love and faithfulness, keeping loyal love for thousands, forgiving iniquity and transgression and sin. But he by no means leaves the guilty unpunished, responding to the transgression of fathers by dealing with children and children's children to the third and fourth generation. അങ്ങനെ മോശ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തി അതികാലത്തെ എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി. കൽപ്പലക 2 കയ്യിൽ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, ആയിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യ മക്കളുടെ മേലും മക്കളുടെ മേലും 3ാമത്തെ 4ാമത്തെ തലമുറയോളം സന്ദർശിക്കുന്നവൻ. See, David was referring to this when he asked God to remember his compassion and loving kindness. He is taking the word from Exodus and praying to God in Psalm 25. എക്സോഡസ് പുറപ്പാട് പുസ്തകത്തിൻ്റെ ആ വാക്യങ്ങൾ എടുത്താണ് ഇവിടെ സങ്കീർത്തനം 25 ദാവീദ് ഉദ്ധരിച്ചിരിക്കുന്നത്. Then he prays, according to your loving kindness remember me, for your goodness sake, O Lord, God is free to deal with us according to grace, because Jesus satisfied his holy justice when he bore our sins on the cross. Thus God now can be both just and the justifier of the one who has faith in Jesus. Thus, the first step in seeking the Lord during your hard times is to examine your heart and confess your sins, relying on His grace through the shed blood of Jesus Christ. See, this is the message, hallelujah, that God is giving to you today. When you go through trials, hallelujah, and hard times, examine your heart, whether you have done any sin. If then confess your sins. Then
ask God to pour out His grace and ask Him to wash you with His blood. So this is a message for you from this Hallelujah passage and this promise. അപ്പോൾ തൻ്റെ അനുകമ്പയും ദയയും ഓർക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ ദാവീദിനെ പരാമർശിക്കുന്നത്, അവൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ, അങ്ങയുടെ ദയയാൽ അങ്ങയുടെ നന്മയെ പ്രതി എന്നെ ഓർക്കണമേ. നമ്മുടെ പാപങ്ങൾ കുരിശിൽ ചുമക്കുമ്പോൾ യേശു തൻ്റെ വിശുദ്ധ നീതിയെ തൃപ്തിപ്പെടുത്തിയതിനാൽ കൃപയനുസരിച്ച് നമ്മോട് ഇടപെടാൻ ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ദൈവത്തിന് ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതിമാനും നീതീകരിക്കുന്നവനുമാകാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ കർത്താവിനെ അന്വേഷിക്കുന്നതിനുള്ള ആദ്യ പടി നിങ്ങളുടെ ഹൃദയം പരിശോധിക്കുക. നമ്മൾ ഈ ട്രയൽസിലും പെയിനും സഫറിങ്സിലൂടെ കടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യുക. നമുക്ക് എവിടെയെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ? നമ്മൾ കർത്താവ് കാൽവരി ക്രൂശ് ചെയ്ത യാഗത്തിലൂടെ നമ്മൾ നീതിമാന്മാരായി. ബട്ട് ഈവൻ ദെൻ നമ്മൾ പാവങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു കൺഫസ് യുവർ സിൻസ്. നമ്മുടെ പാപങ്ങളെ നമ്മൾ കൺഫസ് ചെയ്യണം. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ തിരത്താൽ എന്നെ കഴുകണമേന്ന് പ്രാർത്ഥിക്കണം. കർത്താവിനോട് കർത്താവിൽ നിന്ന് നമുക്ക് ഫൊർഗീവ്നെസ് കിട്ടണം. No matter how difficult our trials, the Lord is able to deliver us from them for His glory and our good. Since we are the children of God, we have the boldness to go to the throne at any time and say, Papa, hallelujah, I have sinned against you. Forgive my sins. Cleanse me with your blood. We have that hallelujah power. Hallelujah, since we are the children of God. അപ്പം എന്ത് ട്രയലാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും നമ്മളെ ഡെലിവർ ചെയ്യാൻ ലോർഡ് ഈസ് ഏബിൾ ടു ഡെലിവർ us ഫ്രം ഓൾ അവർ ട്രയൽസ് ആൻഡ് ഹല്ലേലൂയ സഫറിങ്സ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് കഷ്ടപ്പാടിലൂടെ പോയാലും ട്രയൽസിലൂടെ പോയാലും നമ്മെ വിടുവിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമുക്ക് ബോൾഡായിട്ട് ആ ദൈവസന്നിധിയിൽ ത്രോണിൽ പോയി ദൈവത്തോട് നമുക്ക് കൺഫസ് ചെയ്യാൻ പറ്റും. കർത്താവെ, അങ്ങേക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം. അങ്ങയുടെ തിരത്താൽ എന്നെ കഴുകണമേ. കർത്താവ് നമ്മളെ നീതിമാന്മാരാക്കും. Again he will wash you with his blood. So our duty is to affirm by faith, as David does here, that the Lord is always hallelujah, good, loving and compassionate. He is fully able to deliver us from our trials, even when we were the cause of them because of our sin or stupidity. If we humble ourselves and seek Him, He will instruct us as sinners so that we know His wisdom to guide us out of our trials. Our difficult circumstances should drive us to examine our hearts, confess and forsake all non-sin and cry out to the Lord for His gracious deliverance, all for His glory and our ultimate good. കർത്താവ് എപ്പോഴും നല്ലവനും സ്നേഹമുള്ളവനും അനുകമ്പയുള്ളവനാണ്. ദാവീദ് ഇവിടെ ചെയ്യുന്ന പോലെ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നതാണ് നമ്മുടെ കടമ. നാം നമ്മളെ തന്നെ താഴ്ത്താൻ നമ്മൾ തയ്യാറാണോ? അവനെ അങ്ങനെ നമ്മൾ താഴ്മയോടെ അവനെ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ പാപമോ മണ്ടത്തരമോ നിമിത്തം നമ്മൾ വന്നു പോയിട്ടുള്ള തെറ്റുകളൊക്കെ കർത്താവ് ക്ഷമിക്കും. നമ്മളെ പരീക്ഷകളിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ എൻ്റെ കർത്താവിന് ശക്തനാണ്, മതിയായവനാണ്. ഹല്ലേലൂയ. Who is a mighty God. He can deliver you. Hallelujah. സർവശക്തനായ ദൈവമാണ്. നമ്മളെ വിടുവിക്കുവാൻ അങ്ങ് മതിയായവനാണ്. ഹല്ലേലൂയ. നമ്മുടെ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ നയിക്കാനുള്ളവൻ്റെ ജ്ഞാനം അറിയാൻ പാപികളെന്ന നിലയിൽ അവൻ നമ്മെ ഉപദേശിക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രയാസകരമായ സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാനും അറിയാവുന്ന എല്ലാ പാപങ്ങളും നമ്മളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാണെങ്കിൽ, ഒരു നിരപ്പിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ, He is there. He will come to you. He will, hallelujah, come to you. Hallelujah. Hudaraba Shandura, and deliver you from all your trials. Hallelujah. And your heart will fill with His joy and presence. So shall we pray? Are you blessed with this message? Hallelujah. Holy God, hallelujah, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Holy God, I praise you, Father. So shall we pray? Heavenly Father, thank you for this wonderful message today.
Thank you for giving us a wonderful message today. We are so blessed by this message, Daddy. Hallelujah. Hallelujah. By this promise, hallelujah. Lord, lead us into your righteousness, Daddy. Forgive all our sins, Daddy. Help us to lead a hallelujah righteous life in front of you, Daddy. Hallelujah. Help us to hallelujah walk according to your word, Daddy. Hallelujah. Guide us and lead us to move forward, Daddy. In our trials and pain, we cry out to God. Hallelujah. We will cry out to you, Daddy. Hallelujah. All those who are watching, hallelujah, bless them, Daddy. Whatever trials and pain they are going through, let them be blessed, Daddy. Let them be delivered, Daddy. Hallelujah. Oh, let them confess their sins and come to. Hallelujah. Rabba Shantura. Oh, Ribagaraga Shantura. Hallelujah. Again, wash them, Daddy, with your blood. Hallelujah. So that they will be delivered, they will be blessed, and their heart will be filled with your joy and your presence, and they will be in complete peace. Hallelujah. Thank you, Jesus, for hearing our prayer, Daddy. Again, I'm praying for those who are going through, hallelujah, business problems, financial problems. Hallelujah. Those who are asking for many needs, immediate needs, for the people who are praying for their immediate needs, about the hallelujah, any difficult situations if they are going through, Daddy, deliver them. Answer all their prayer requests, Daddy. Deliver them. Hallelujah. Give them a wonderful blessed day today. Hallelujah. Be with them, Daddy. Lead them, guide them, fill them with your presence. Let your angels guard them, Daddy. Protect them, Daddy. Oh, wherever they go, there let your presence go with them, Daddy. Thank you, Jesus, for hearing our prayer. In Jesus' name, amen. സർഗസ്വനായ കർത്താവേ, നസ്രായ യേശുക്രിസ്തു നാമത്തെ ഞങ്ങളുടെ പാദമെടുത്തേക്കാണ് വരുന്നു പപ്പ. അങ്ങയുടെ പാദത്തിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു പപ്പ. വീഡിയോ കാണുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എൻ്റെ കർത്താവ് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു വാഗ്ദത്തമാണ് 25-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദിൻ്റെ ആ സങ്കീർത്തനോട് ഞങ്ങളോടൊന്ന് സംസാരിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ ട്രയൽസിലും പെയിനിലും കർത്താവെ അങ്ങയുടെ പൊന്നുമുഖം നോക്കുവാൻ ദൈവത്തിന് വേണ്ടി ദാവീദ് വെയിറ്റ് ചെയ്തിരുന്നതുപോലെ വെയിറ്റ് ചെയ്തിരുന്ന ഹല്ലേലൂയ, ഞങ്ങൾ ഇതിലൂടെ കടക്കുവാനുള്ള കാര്യം എന്താണ്? ഞങ്ങളുടെ ഹാർട്ടിനെ ഒന്ന് എക്സാമിൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ ഡാഡി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പാവകറകളെ അങ്ങ് കഴുകണമേ ഡാഡി. ലെറ്റ് ഓൾ ദോസ് ഹു ആർ വാച്ചിങ് ദിസ് ഹല്ലേലൂയ വീഡിയോ, hallelujah, let them confess their sins. Hallelujah. Oh, wash their hallelujah sins with your blood, Daddy. Fill their hearts. Hallelujah. അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവിക സന്തോഷം കൊണ്ട് നിറയപ്പെടട്ടെ കർത്താവേ. ദൈവിക സമാധാനം കൊണ്ട് നിറയപ്പെടട്ടെ കർത്താവേ. രോഗത്തിലോ ഭാരത്തിലോ കഷ്ടതയിലോ പ്രതികൂലങ്ങളോടെ കടന്നു വരുന്നതെല്ലാം ദൈവമേ അങ്ങ് വിടുവിക്കണമേ, ഡെലിവറി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ബിസിനസ് ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. അവരെല്ലാം കർത്താവ് വിടുവിച്ച് ഇന്നത്തെ ദിവസം ഒരു അത്ഭുത ദിവസമാക്കി കർത്താവ് മാറ്റണമേ. അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി കർത്താവ് മാറ്റണമേ. അവർ പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ പോകണമേ കർത്താവേ. അങ്ങ് അവരെ ലീഡ് ചെയ്യണമേ, ഗൈഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ ആചരിയപ്പച്ച കേട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. So thank you all for watching this video. Hallelujah. May God bless you. Hallelujah. So if you got any prayer requests, you can, hallelujah, send me your prayer request to my email ID intulekharachkumar@gmail.com. And please do subscribe, like, comment and share my channel. You can share these videos to your friends also. Hallelujah. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുള്ള intulekharachkumar@gmail.com അയക്കുക. So we'll see you tomorrow on Monday with another video. Hallelujah. May God bless you. Have a blessed, happy weekend. Bye bye. May God bless you. Thanks a lot.